സ്തോത്രം. കർത്താവിൻ്റെ മഹത്വം, കർത്താവിൻ്റെ എല്ലാ സ്തുതിയും സ്തോത്രവും ആരാധനയും. നമ്മൾ അല്പസമയം ദൈവവചനം നമ്മൾ ചിന്തയ്ക്കായി എടുക്കുമ്പോൾ എഫെസ്യരുടെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം തൊട്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എഫേഷ്യൻസ് ചാപ്റ്റർ 2. അപ്പം എഫെസ്യരുടെ ലേഖനം 2-ാം അധ്യായം എഴുതുന്നതിന് മുമ്പ് വരെയും അതിൻ്റെ 1-ാം അധ്യായത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട് ആത്മാവിൽ നിറഞ്ഞ് ഒരു ജീവിതത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ഈ അത്യന്തപരമായ ശക്തി തിരിച്ചറിയാൻ, ഈ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വന്ന് വ്യാപരിക്കാൻ, നിങ്ങൾ ക്രിസ്തുവിനെ അറിയാൻ ഒക്കെ പറയുന്നുണ്ട്, ഒരു ജയകരമായ ജീവിതം ജീവിക്കാൻ. പക്ഷെ 2-ാം അധ്യായം തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഒരു നാൾ പാപികളായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ ഓർമ്മിപ്പിച്ച നമ്മളെ ഈ വചന ഭാഗങ്ങൾ തുടങ്ങുന്നത്. പക്ഷേ ഇതൊരു ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗം. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എഫെഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 1 and 2. Once you were dead because of your disobedience and your many sins. You used to live in sin, just like the rest of the world, obeying the devil, the commander of the powers in the unseen world. He is the spirit at work in the hearts of those who refuse to obey God. എന്ന് വായിച്ചു കേൾക്കാം. അതിക്രമങ്ങളാലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ജീവിപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നടന്നു. ആമേൻ, സ്തോത്രം. അപ്പം തിരുവചനം പറയുന്നു, ഒരു നാൾ നമ്മൾ മരിച്ചവരായിരുന്നു. പക്ഷേ ഹല്ലേലൂയ, ദൈവം എന്ത് ചെയ്തു എന്നിട്ട് അവിടെ പറയുന്ന വളരെ ശ്രദ്ധയോടെ നമ്മൾ നോക്കണം. നമ്മളുടെ അതിക്രമങ്ങളാലും നമ്മുടെ പാപങ്ങളാലും ഒരു നാളിൽ നമ്മൾ മരിച്ചവരായിരുന്നു. ഇന്നോ നമ്മൾ ജീവിക്കുന്നവരാ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമ്മൾ ആരും മരിച്ചവരല്ല. യേശു കർത്താവ് മൂലം നമ്മൾ ഓരോരുത്തരും ഇന്ന് പാപികളല്ല, നമ്മൾ നിർദോഷികളും നമ്മൾ കൊള്ളാത്തവരും ഒന്നുമല്ല. ഹല്ലേലൂയ, നമ്മളിന്ന് നീതിയുള്ളവർ. നമ്മളെ യേശു കർത്താവിൻ്റെ രക്തം നമ്മളെ നീതീകരിച്ചിരിക്കുന്നു, പാപമില്ലാത്തവരാക്കിയിരിക്കുന്നു. നമ്മൾ അനുസരണം കെട്ടവരല്ല. ഒരു നാൾ നമ്മൾ അനുസരണം കെട്ടവരായിരുന്നു. പക്ഷേ ഇന്നോ നമ്മൾ ഹല്ലേലൂയ പാപത്തിന് അടിമകളും അനുസരണമില്ലാത്തവരും അല്ല. നമ്മൾ ക്രിസ്തു യേശുവിൽ ഉള്ളവരാ. ഹല്ലേലൂയ എന്നൊന്ന് പറയണം, ഞാൻ ക്രിസ്തു യേശുവിൽ ഉള്ളതാ. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് വചനം, അതിന് 2-ാം തിരുവചനം പറയുന്നു, നമ്മൾ മറ്റുള്ളവരെ പോലെ തന്നെ പാപത്തിൽ പെട്ടവരായിരുന്നു, പിശാചിനെ അനുസരിച്ച് കിടന്നവരായിരുന്നു. എന്നിട്ട് പിശാചിനെ കുറിച്ച് പറയുന്നു, പിശാച് എന്താണ്? ദൈവവിശ്വാസത്തിലേക്ക് കയറി വരാത്തവരുടെ ഹൃദയത്തിനകത്ത് പരിവർത്തിക്കുന്ന ആത്മാവാണ്. ഹല്ലേലൂയ. അപ്പം ഏതെങ്കിലും അനുസരണക്കേട് മറ്റുള്ളവരിൽ നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് നമ്മളൊക്കെ ക്രിസ്തുവിനെ അറിഞ്ഞു. നമ്മളിന്ന് വചനം കേൾക്കുന്നവരൊക്കെ ക്രിസ്തുവിനെ അറിഞ്ഞു. നമ്മൾ ദിനം തോറും ഓരോ സ്റ്റെപ്പായിട്ട് നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ സ്റ്റെപ്പ് എടുക്കുന്നു, അല്ലേ? ഓരോ ദിവസവും വചനം നമുക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ഉള്ളു തുറന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ മാസം നമ്മൾ വചനം വായിച്ചതുപോലെ അല്ല ഈ മാസം നമ്മൾ വചനം വായിക്കുമ്പോൾ ഉള്ളിച്ചിരിയും കൂടെ ഒന്ന് തുറന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിനെ തുറന്ന് നമുക്ക് വചനം ഇച്ചിരിയും കൂടെ മനസ്സിലാകുന്നു. നമ്മൾ കേൾക്കുന്നത് നമുക്ക് അറിവ് കിട്ടുന്നു. എന്നിട്ട് വചനം ഇവിടെ എഫെസ്യരുടെ ലേഖനത്തിനകത്ത് പറയുക, ഈ അനുസരണ ഇല്ലാത്തവർ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടും ക്രിസ്തുവിലേക്ക് തിരിയാത്തവർ, അവരെ പലവിധ സ്വഭാവങ്ങൾ നിങ്ങൾ ചിലപ്പം പലവരെയും കണ്ടിട്ടുണ്ടാവും. അവർക്ക് ചില അഡിക്ഷൻസ് കാണും. അവർക്ക് ഒന്നിൽ പുകവലിയായിരിക്കാം, കള്ളുകുടിയായിരിക്കാം, ദുർസ്വഭാവങ്ങളായിരിക്കാം, ദേഷ്യപ്പെടുന്ന സ്വഭാവമായിരിക്കാം, പിശുക്കത്തരമായിരിക്കാം, പലവിധ സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ വഴക്ക് കൂടുന്നവരായിരിക്കാം. ഇങ്ങനെയൊക്കെ ദൈവത്തിന് ഹിതമല്ലാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹൃദയത്തിനകത്തും ജീവിതത്തിനകത്തും വലിയ നിരാശ കൊണ്ടിരുന്ന സ്വഭാവങ്ങളും എടുത്തുചാട്ടങ്ങളും, അല്ലെങ്കിൽ എത്ര വചനം പറഞ്ഞാലും അവർ പറയും എനിക്ക് കേൾക്കണ്ട, എനിക്ക് വരണ്ട. എത്ര വിളിച്ചാലും അവർ പറയും ഞാൻ വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തിയിരിക്കും, അല്ലേ? ഇങ്ങനെയുള്ളവരുടെ അകത്ത് ഈ പിശാചിൻ്റെ ആത്മാവ് പരിവർത്തിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പം ഈ വ്യക്തികളല്ല കുറ്റക്കാര്,
അവരുടെ പിൻപിൽ വ്യാപരിക്കുന്ന ദുരാത്മാവാണ് അവരെ ഹല്ലേലൂയ അവരെ ദൈവത്തിനെ അനുസരിക്കാതെ വണ്ണം അവരെ പിടിച്ചൊതുക്കി വെക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ശാസിക്കേണ്ടത് വ്യക്തികളെ അല്ല ശാസിക്കേണ്ടത്, വ്യക്തികളെ നമ്മൾ അധികം സ്നേഹിക്കുകയും അവരുടെ പിൻപിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയെ നമ്മൾ ശാസിക്കുകയും ചെയ്യണം. സ്തോത്രം. ഇനി ഒന്നും കൂടെ 2-ാം തിരുവചനം വായിക്കാം. അവൻ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന അപ്പം കണ്ടോ, അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ്. ഹല്ലേലൂയ. അപ്പം ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് ചിലപ്പോൾ മക്കളിൽ കാണും അല്ലേ. മക്കളോടൊരു കാര്യം പറഞ്ഞാൽ അവരനുസരിക്കത്തില്ല, അവർ പറയും പിന്നാട്ട് പിന്നാട്ട് എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ ഈ അനുസരണക്കേടിൻ്റെ അല്ലെങ്കിൽ ദൈവ വചനത്തിന് അനുരൂപരാകാതെ നിൽക്കുന്ന ഏത് കാര്യം കണ്ടാലും, ചിലപ്പോൾ നുണ പറയുന്നതായിരിക്കും, എന്ത് കണ്ടാലും അതിന് ആ വ്യക്തിക്കകത്ത് അല്ലെങ്കിൽ ആ സാഹചര്യത്തിനകത്ത് വാഴുന്ന അധികാരം വഹിക്കുന്ന ഒരാത്മാവുണ്ട്. ഇനി ഒന്നും കൂടെ അത് വായിച്ച് 2-ാം തിരുവചനം. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനെയും അധിപതിയായവനെയും അനുസരിച്ചു. ആമേൻ. സ്തോത്രം. അപ്പം ഈ അനുസരണക്കേടിൻ്റെ മക്കളുടെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവിനെ ഒരു നാള് നമ്മളും അനുസരിച്ച് നടന്നവരാ. പക്ഷെ ഇന്നോ ക്രിസ്തു നമ്മളുടെ ദൈവമായപ്പോൾ ഹല്ലേലൂയ നമ്മൾ ക്രിസ്തുവിനെ അനുസരിക്കാൻ തുടങ്ങി. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മളോർക്കും യേശുവിനത് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. ഞാനത് അങ്ങനെ പറയത്തില്ല. യേശുവിനത് ഇഷ്ടപ്പെടത്തില്ല, അല്ലെങ്കിൽ യേശുവിനത് വേദനിക്കും, അത് കാരണം ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. നമ്മളെ ഭരിക്കുന്നത് യേശുവിൻ്റെ ആത്മാവ്, പക്ഷേ അനുസരണമില്ലാത്തവരെ ഭരിക്കുന്നതോ ദുരാത്മാവ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഇന്ന് പ്രാർത്ഥനയിലൊക്കെ ഇച്ചിരിയും കൂടെ ഒന്ന് കയറിയവർ, ഇതിനെക്കുറിച്ച് വ്യക്തതയുള്ളവർ, ഇച്ചിരി വെളിപാട് ഒക്കെ നമുക്ക് ലഭിച്ചു എന്ന് തോന്നുമെങ്കിൽ ഈ വചനം എടുത്തു വെച്ചിട്ട് ഹല്ലേലൂയ, എന്ന് നിങ്ങളുടെയൊക്കെ കുടുംബത്തിനകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും അനുസരണക്കേടിനകത്ത് ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവും, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ ഒന്നും വരില്ല, അങ്ങനെയൊക്കെ പല വിധത്തിൽ നിരാശപ്പെട്ട് ജീവിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഈ വചനം എടുത്തിട്ട് പ്രാർത്ഥിക്കണം. ഈ മനുഷ്യരുടെയൊക്കെ ഈ വ്യക്തികളുടെ അകത്തൊക്കെ വ്യാപരിക്കുന്ന ദുരാത്മാവിനെ യേശുവിൻ്റെ നാമത്തിൽ മുട്ടുമടങ്ങാൻ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. തിരുവചനം നമ്മളോട് പറയുന്നു, എല്ലാ നാമത്തിനും മേലായ നാമമാ യേശുവിൻ്റെ നാമം. തിരുവചനം നമ്മളോട് പറയുന്നു, സകല നാമവും യേശുവിൻ്റെ മുമ്പിൽ മുട്ടുമടങ്ങുമെന്ന്. നിങ്ങളുടെയൊക്കെ കുടുംബത്തിനകത്തൊക്കെ അനുസരണക്കേടിൻ്റെയും നേരാവണ്ണം നടക്കാത്ത ഒക്കെ വ്യക്തികളുടെ അകത്ത് വ്യാപരിക്കുന്ന ഒരേ ആത്മാവാ. നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ആ പ്രവൃത്തികളെ കാണാൻ പറ്റത്തുള്ളൂ. ഈ പ്രവൃത്തികളൊക്കെ കാണുമ്പം ചിലപ്പോൾ അരിശം വരും, സങ്കടം വരും, വലിയ വഴക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഹല്ലേലൂയ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമാ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ മുമ്പിൽ മിണ്ടാതിരുന്ന് ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. പക്ഷേ ഇന്ന് നമ്മളുടെ വായിൽ അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. പറയണം, യേശുവിൻ്റെ നാമത്തിൽ ഈ സ്വഭാവത്തിൻ്റെ പിൻപിൽ വ്യാപരിക്കുന്ന ദുരാത്മാവെ, നീ യേശുവിൻ്റെ നാമത്തിൽ മുട്ടുമടങ്ങി പോകാൻ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ശാസിക്കണം അതിനെ. ഹല്ലേലൂയ. വലിയ അട്ടഹാസവും ബഹളവും ഒന്നും വെക്കണ്ട, യേശുവിൻ്റെ നാമത്തിൽ പോകാൻ തന്നെ പറയണം. നമ്മൾ പറഞ്ഞാൽ പോകുക തന്നെ ചെയ്യും. നമ്മൾ അധികാരത്തിൽ നിന്ന്, നമുക്ക് അധികാരമുണ്ട്, നാം ക്രിസ്തുവിൽ ആരാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് മാത്രമേ നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് നടക്കത്തുള്ളൂ. ഇത് സ്ഥിരം പറയുമ്പോൾ ഒരു വെള്ളം, പൈപ്പിനകത്തെ വെള്ളം ഒരു കല്ലിൻ്റെ മേലെ വീണ് 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 എന്ത് സംഭവിക്കും? കുറേ നാൾ കഴിയുമ്പം ആ വെള്ളം വീഴുന്ന സ്ഥലത്ത് ഒരു ഡിസ്കളറേഷൻ ഉണ്ടാകും അല്ലേ? ആ കല്ലിന് ഒരു നിറം മാറും. അത് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ അതിനൊരു കുഴി ഉണ്ടാകും. അതിനെ നമ്മൾക്ക് അറിയാം, അത് വെള്ളം വീണ കല്ലാണെന്ന് നമുക്ക് തിരിച്ചറിയാം അല്ലേ? അതേപോലെ തന്നെ ഹല്ലേലൂയ, നമ്മൾ സ്ഥിരമായി നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ പിൻപിൽ, പുകവലിയുടെ പിൻപിൽ വ്യാപരിക്കുന്ന ദുരാത്മാവെ, നീ യേശുവിൻ്റെ നാമത്തിൽ ഈ വ്യക്തിയെ വിട്ടുപോകുക. അല്ലെങ്കിൽ കള്ളുകുടിയുടെ പിൻപിൽ വ്യാപരിക്കുന്ന ദുരാത്മാവ്, അനുസരണക്കേടിൻ്റെ പിൻപിൽ വ്യാപരിക്കുന്ന ദുരാത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകാൻ പറഞ്ഞാൽ ഹല്ലേലൂയ, ഇത് പല നാൾ പറഞ്ഞു കഴിയുമ്പം ഇതിന് മുട്ടുമടങ്ങി മാറിപ്പോയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. എന്നിട്ട് വചനം പറയാ, നമ്മളെല്ലാവരും ഒരു നാളിൽ ഇങ്ങനെ
ജീവിച്ചവരാ. 3-ാം തിരുവചനം പറയുന്നു, നമ്മളെല്ലാവരും നമ്മുടെ ജഡത്തിനെയും നമ്മളുടെ പിൻപിലും വ്യാപരിക്കുന്ന ചില ദുരാത്മാക്കളുണ്ടായിരുന്നു. ചിലപ്പം കള്ളത്തരം പറയുന്ന ദുരാത്മാവുണ്ടായിരുന്നു, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന ദുരാത്മാവുണ്ടായിരുന്നു. ഇതിനെയൊക്കെ നമുക്ക് അതിജീവിക്കുവാനായിട്ട് ഹല്ലിയ എങ്ങനെയാണ് ഇത് പറ്റിയെന്ന് നമുക്ക് നോക്കാം. 4-ാം തിരുവചനം 4:5. കരുണാസമ്പന്നനായ ദൈവമോ നമ്മളെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മൾ ക്രിസ്തുയേശുവിനോട് കൂടെ ജീവിപ്പിച്ചു. അപ്പൊ ഇത് എങ്ങനെ സംഭവിച്ചു അത് ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് വായിക്കാം. 4:5. But God is so rich in his mercy and he loved us so much that even though we were dead because of our sins he gave us life when he raised Christ from the dead. കണ്ടോ, നമ്മൾ നിർദോഷികളായിരുന്നു, പാപികളായിരുന്നു, കൊള്ളാത്തവരായിരുന്നു. ഇനി ആർക്കും അവകാശമില്ല. ക്രിസ്തുവിൻ്റെ വചനം കേട്ടേ ആർക്കും ഇനി അവകാശമില്ല പറയാൻ, കർത്താവേ ദേ നിർദോഷിയും പാപിയും കൊള്ളാത്തവനുമായ ഞാൻ ദേ അങ്ങയുടെ സന്നിധിയിൽ കയറി വരുന്നു. ഇനി അങ്ങനെ പ്രാർത്ഥിക്കല്ലേ. ഒരു നാൾ നമ്മൾ അങ്ങനെ ആയിരുന്നു. പക്ഷേ എഫെസ്യർ ലേഖനം 4:5 വായിക്കുമ്പോൾ വചനം വ്യക്തമായി പറയുന്നു, ഒരു നാൾ നമ്മൾ അങ്ങനെയായിരുന്നു. പക്ഷേ ദൈവമോ ഹല്ലിയ യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ ഹല്ലിയ നമ്മളെ രക്ഷപ്പെടുത്തി. സ്തോത്രം. അതൊന്നും കൂടി ഇനിയും വായിക്കാം. 4:5 ഒന്ന് വായിച്ച്. എപ്പോഴാ? 2000 വർഷങ്ങൾക്ക് മുമ്പ് കല്ലറയ്ക്കകത്ത് കിടന്ന യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ നമ്മളെ ഓരോരുത്തരെയും നമ്മളുടെ പാപത്തിനകത്തു നിന്ന് എഴുന്നേൽപ്പിച്ചു എന്ന്. ഈ രക്ഷയ്ക്കകത്ത് നമ്മൾ എന്ന് വിശ്വസിക്കുന്നോ അന്നേരം നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ പാപത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നമ്മൾ ജീവനുള്ളവരുടെ ദേശത്തിലേക്ക് കയറും. ഈ സുബോധം ഇന്ന് പാപം ചെയ്ത് ജീവിക്കുന്നവരുടെ അകത്ത് ഇല്ലാതെ പോയതുകൊണ്ടാണ് അവർ പാപത്തിൽ ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ വചനം കേട്ട് എന്ത് സംഭവിച്ചു? നമുക്ക് ബോധ്യമുണ്ടായി, എനിക്ക് വേണ്ടി കർത്താവ് മരിച്ചു, ഈ കർത്താവിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ എൻ്റെ അകത്തെ പാപം മാറും. ഇതെവിടെ സംഭവിച്ചത്? 2000 വർഷങ്ങൾക്ക് മുമ്പ്. ആ ഗ്രാമർ ഒന്ന് ശ്രദ്ധിക്കണം. 4ഉം 5ഉം ഒന്നും കൂടെ ഒന്ന് വായിച്ചേ. ദൈവമോ വായിച്ചേ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മളെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. ഈ മഹാസ്നേഹം കാൽവരി ക്രൂശിൽ നമ്മൾ കണ്ടു. അതുകൊണ്ട് അതിക്രമങ്ങളായി മരിച്ചവരായ നമ്മെ ക്രിസ്തുയേശുവിനോട് കൂടെ ജീവിപ്പിച്ചു. ആമേൻ. ക്രിസ്തുയേശുവിനോടൊപ്പം ജീവിപ്പിച്ചു. ജീവിപ്പിക്കാം എന്നല്ല, ജീവിപ്പിച്ചേക്കാമെന്നല്ല, ജീവിപ്പിച്ചു. ഇത് നടന്നു കഴിഞ്ഞു. Hallelujah. He gave us life when he raised Christ from the dead. Hallelujah. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും നിങ്ങളും ജനിച്ചിട്ടില്ല. പക്ഷേ അന്ന് തന്നെ നിങ്ങൾക്കും എനിക്കും ജീവൻ നൽകി യേശു ക്രിസ്തുവിൽ. ഇനി നമ്മളാരും പാപികളും നിർദോഷികളും ജീവനില്ലാത്തവരും എന്ന് പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്കുള്ള നിത്യജീവൻ കാൽവരി ക്രൂശിൽ നിന്ന് മരിച്ചടക്കപ്പെട്ട യേശു കല്ലറയ്ക്കകത്തു നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി കാരണം നിങ്ങളും ഞാനും ജനിച്ചിട്ടില്ലെങ്കിലും നമുക്ക് അവകാശമുണ്ടത്. അല്ല, ഇതെല്ലാവരുടെയും അവകാശമാണ്. ഇന്ന് പാപത്തിൽ കിടക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല എന്നേ ഉള്ളൂ. ഇന്ന് വചനം കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇതിനെക്കുറിച്ച് അറിവുണ്ട്. അതിൻ്റെ ഗ്രാമർ ശ്രദ്ധിക്കണം. ഹി ഗേവ് അസ് ലൈഫ് വെൻ ഹി റേസ്ഡ് ക്രൈസ്റ്റ് ഫ്രം ദ ഡെഡ്. ഇനി അതിൻ്റെ 6 വായിക്കാം. ഫോർ ഹി റേസ്ഡ് അസ് ഫ്രം ദ ഡെഡ് അലോങ് വിത്ത് ക്രൈസ്റ്റ് and seated us with him in the heavenly realms because we are united with Christ Jesus. അതൊന്ന് വായിച്ചേ. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ. അത് മലയാളത്തിൽ 7 വായിച്ചേ. ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ക്രിസ്തുയേശുവിനോടൊപ്പം നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. ഇരുത്താമെന്ന് പറഞ്ഞിട്ടില്ല, വചനം പറഞ്ഞിരിക്കുന്നത് ഇരുത്തുകയും ചെയ്തു. ഇതെപ്പം സംഭവിച്ചു? അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റപ്പം ഞാനും ഉയർത്തെഴുന്നേറ്റു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഭൂമിയിലൊക്കെ സഞ്ചരിച്ച് തൻ്റെ ശിഷ്യന്മാരോടൊക്കെ സംസാരിച്ച് 40 ദിവസം കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു. ആ ഇരിപ്പിൽ എന്നെയും ഇരുത്തി.
ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ വചനം പറയുന്നു, എന്നെ പേര് ചൊല്ലി വിളിച്ചു, എന്നെ കണ്ടു. ഹല്ലേലൂയ. എന്നെ കണ്ടപ്പം എൻ്റെ കുടുംബത്തിലുള്ള സകലരെയും കണ്ടു. ഇന്ന് സങ്കടത്തിലും നിരാശയിലൊക്കെ ഇരിക്കുന്ന സഹോദരിമാരോടും സഹോദരന്മാരോടും ഞാൻ പറയാം, നിങ്ങളുടെയൊക്കെ കൂട്ടുപങ്കാളിക്ക് വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ? മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇന്ന് കർത്താവിനോട് ഈ വചനം വിളിച്ചു പറയണം, കർത്താവെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവിനെ ഉയർത്തിയപ്പം എന്നെയും ഉയർത്തി. യേശു കർത്താവിനെ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുത്തിയപ്പോൾ എന്നെയും ഇരുത്തി. അങ്ങനെയാ വചനം പറയുന്നത്. ഹല്ലേലൂയ. എഫെസ്യർ 2:7 അങ്ങനെയാ പറയുന്നത്. എന്നെയും ക്രിസ്തു യേശുവിനോടൊപ്പം ഞാൻ പറ്റിച്ചേർന്നിരുന്നത് കൊണ്ട് എന്നെയും പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ക്രിസ്തു യേശുവിനോടൊപ്പം ഇരുത്തി. അങ്ങനെയെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ ചെവിയിൽ എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് അവകാശമുണ്ട്. ഞാൻ നിലവിളിക്കണ്ട, കൂവണ്ട, ശബ്ദമുയർത്തി ബഹളം വെക്കണ്ട. എൻ്റെ കർത്താവിൻ്റെ ചെവിക്കകത്തോട്ട് എനിക്കും പറഞ്ഞുകൊണ്ടിരിക്കാം. എന്താ? ഞാൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്നു. ഹല്ലേലൂയ. ഇന്ന് ഇരിക്കുന്ന എൻ്റെയും കുടുംബത്തിനകത്തുള്ള സകലരെയും കണ്ടിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ പറയണം, എന്നെ വിളിച്ചെങ്കിൽ എൻ്റെ കുടുംബത്തിനകത്തുള്ള എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ അച്ഛനെയും അമ്മയും, എൻ്റെ സഹോദരങ്ങളെയും ഒക്കെ എൻ്റെ കർത്താവ് കണ്ടിട്ടുണ്ട്. എന്നെ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ക്രിസ്തു യേശുവിനോടൊപ്പം ഇരുത്തിയിരിക്കുന്ന അതേ ദൈവം എൻ്റെ കൂട്ടുപങ്കാളിയെയും എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ മക്കളെയും ഇരുത്തുക തന്നെ ചെയ്യും. വചനമായി ഇത് പറയുന്നത്. ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും ആര് മാറിപ്പോയാലും മാറിപ്പോയില്ലെങ്കിലും ഈ വചനം ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീണ ശ്വാസനീയമായി ദൈവശ്വാസനീയമായ വചനമായതുകൊണ്ട് ഇത് നടന്നേ പറ്റത്തുള്ളൂ. ഇത് നടക്കും. സ്തോത്രം. ഇനി ഒന്നും കൂടെ വായിക്കാം. 7-ാം തിരുവചനം. ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച സ്വർഗത്തിൽ എഴുന്നേൽപ്പിച്ചു, സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇനി 6. ഇനി അതിൻ്റെ അടുത്ത ഭാഗം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ, ക്രിസ്തുയേശുവിൽ നമ്മളെക്കുറിച്ച് ഉള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന്. ദൈവത്തിന്റെ കൃപ കാരണമാണ് നമ്മൾ വിടുവിക്കപ്പെട്ടത് എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കൃപയാലാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മളും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നേനെ. എത്ര കേട്ടാലും വചനം തിരിച്ചറിയാതെയും ഈ രക്ഷയെക്കുറിച്ച് തിരിച്ചറിയാതെ നമ്മളും തിരിഞ്ഞും അലഞ്ഞും നടന്നേനെ. സ്തോത്രം. പക്ഷെ ദൈവത്തിന്റെ കൃപയാ ഇന്ന് നമ്മളെ ഓരോരുത്തരെയും രക്ഷപ്പെടുത്തിയത്. ഈ കൃപ നമ്മൾ തിരിച്ചറിയണം. കൃപ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ കുടുംബങ്ങൾക്കകത്തും കൂട്ടുസഹോദരങ്ങളുടെ ഇടയിലും രക്ഷപ്പെടാതെ നടക്കുന്നവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ദേഷ്യപ്പെട്ടും എന്നാലും ഇത്രയും പറഞ്ഞിട്ടും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞല്ല പ്രാർത്ഥിക്കേണ്ടത്. ഇവരുടെ തലയ്ക്കകത്ത് കയറുന്നില്ലല്ലോ എന്നല്ല പറയേണ്ടത്. ഞാൻ കൃപയാൽ വിടുവിക്കപ്പെട്ടു. ഇവരും ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് കൃപയാൽ വിടുവിക്കപ്പെടും. എന്തിനാ? ദൈവത്തിന് വരും കാലത്തിൽ നമ്മളെ നോക്കിയിട്ട് പറയണം, ദൈവത്തിൻ്റെ അളവറ്റ കൃപയില ഇവർ രക്ഷപ്പെട്ടെ, ദൈവത്തിൻ്റെ അളവറ്റ വലുപ്പത്തില നമ്മൾ ഓരോരുത്തരും രക്ഷപ്പെട്ടെ. നമ്മളൊന്നും അത്ര വലിയ മിടുക്കരൊന്നും അല്ലായിരുന്നു. സ്തോത്രം. നമ്മളിലൊക്കെ കൊള്ളാത്തതുണ്ടായിരുന്നു. പക്ഷെ ദൈവം കരുണാസമ്പന്നനായതുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും ക്രിസ്തുയേശുവിലൂടെ വലയിട്ട് നമ്മളെ പിടിച്ചു. ഹല്ലേലൂയ. നമ്മൾ ആ വലയ്ക്കകത്ത് കയറിയത് കാരണം രക്ഷപ്പെട്ടു. ഇനി നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മളുടെ കുടുംബങ്ങൾക്കകത്തുള്ള മറ്റുള്ളവരും ക്രിസ്തുവിൻ്റെ രക്ഷയ്ക്കകത്ത് കയറാൻ വേണ്ടി. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ സുവിശേഷം അവരുടെ കാതുകളിൽ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ, അവർക്ക് സാഹചര്യങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ സ്വർഗം നമ്മളോട് കണക്ക് ചോദിക്കും. ഹല്ലേലൂയ. നമ്മൾ പറയണം, തള്ളിക്കളയല്ലേ, ദേഷ്യപ്പെടല്ലേ, എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയല്ലേ. അവർക്ക് സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഒന്നും കൂടെ ഒന്ന് വായിക്കാം. 6-ാം തിരുവചനം. For he raised us. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ. So God can point to us in all future ages as തന്റെ കൃപയുടെ അത്യന്തധനത്തെ. തന്റെ കൃപയുടെ അത്യന്തധനത്തെ as examples of the incredible wealth of his grace and kindness toward us. വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്യും. ആമേൻ. സ്തോത്രം. എന്ന് പറഞ്ഞ് ലോകം കാണാൻ വേണ്ടി എന്നെ ക്രിസ്തുവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുത്തിയിരിക്കുക. ഹല്ലേലൂയ. എന്നെ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ക്രിസ്തു യേശുവിനോടൊപ്പം ചേർത്ത് ഇരുത്തിയിരിക്കുക. നമ്മളിരിക്കുക സ്വർഗീയ സ്ഥലങ്ങളിൽ നമ്മളിരിക്കുക. അപ്പം നമ്മളുടെ വായിൽ നിന്ന് വരുന്ന സംസാരങ്ങൾ, നമ്മുടെ പ്രാർത്ഥനാ ശൈലികൾ, നമ്മളുടെ കൊടുക്കൽ വാങ്ങൽ, നോട്ടങ്ങൾ, എടുക്കൽ, എല്ലാം നടപ്പ്, ഇരിപ്പ്, സകലതും സ്വർഗത്തിൽ
പിതാവിൻ്റെ വലത്തുഭാഗത്ത് ക്രിസ്തു യേശുവിനോട് ഒപ്പം ചേർന്ന് ഇരിക്കുന്നവരെ പോലെ ആയിരിക്കണം. അല്ലേ, ഇന്ന് പറഞ്ഞ്, ഇന്ന് കാത് കേൾക്കാൻ, ഇന്ന് മനസ്സൊന്ന് ഉറപ്പ് വരുത്താൻ ഒന്ന് പറഞ്ഞേ, ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന് സ്വർഗീയ സ്ഥലങ്ങളിൽ പിതാവിനോടൊപ്പം ഇരിക്കുക. ഹല്ലേലൂയ. നമ്മളെ ഇരുത്തിയിരിക്കുന്നിടത്തുനിന്ന് നമ്മൾ ഇറങ്ങിപ്പോകല്ലേ. ഹല്ലേലൂയ. ദൈവവചനം സത്യമാ. കർത്താവ് പറയുന്നില്ല നിങ്ങളെ ഇരുത്തിയേക്കാം. തിരുവചനം പറയുന്ന വരും കാലത്തിൽ നമ്മളെ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മുടെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവർ കേട്ടിട്ട് വേണം അവരും വിശ്വാസത്തിൽ വരാൻ. ദൈവം നമ്മളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ദേ കണ്ടോ, ഇവരുടെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ മഹാ അത്ഭുതം ചെയ്തു, അതേപോലെ നിങ്ങളുടെ ജീവിതത്തിലും നടക്കും. ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരെയും അത്ഭുത പാത്രങ്ങളാക്കി നിർത്തിയിട്ട് സ്വർഗത്തിന് നമ്മളെ വഴി കാട്ടിയെ പോലെ നമ്മളെ ചൂണ്ടിക്കാണിച്ചിട്ട് വേണം മറ്റുള്ളവർക്കും ബലം കിട്ടാൻ. നമ്മളുടെ ജീവിതം നോക്കിയിട്ട് വേണം മറ്റുള്ളവർക്ക് ധൈര്യം കിട്ടാൻ, മറ്റുള്ളവർക്ക് പറയാൻ, ഇങ്ങനെ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ നടക്കുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് മൊത്തം വിളിച്ചു പറയണം, ഹല്ലേലൂയ, ഞാൻ സ്വർഗീയ സ്ഥലങ്ങളിൽ എന്നെ ഇരുത്തിയിരിക്കുക. ദൈവം എന്നെ ക്രിസ്തു യേശുവിനോടൊപ്പം സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുക. 2, കുടുംബങ്ങൾക്കകത്തുള്ളവർക്ക് വേണ്ടി എഫെസ്യരുടെ ലേഖനം 2:1-2 വാക്യങ്ങൾ പറഞ്ഞു വെച്ച് വായിക്കണം. എന്താന്ന് പറയേണ്ടത്? ഒരു നാൾ ഞാനും പാപത്തിൽ കിടന്നവനാ അല്ലെങ്കിൽ കിടന്നവളാ, പക്ഷേ എന്നെ വിടുവിച്ച കർത്താവിന് ഈ വ്യക്തിയുടെ പിൻപിൽ വ്യാപരിക്കുന്ന ദുരാത്മാവ് യേശുവിൻ്റെ നാമത്തിൽ മുട്ടുമടക്കിയിട്ട് ഇവരെ വിടുവിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. അവരെ സ്നേഹിക്കണം, അവരോട് സങ്കടം കാണിക്കണം. ഹല്ലേലൂയ. കർത്താവിനോട് പറയണം, കർത്താവേ, ഹല്ലേലൂയ, എന്നെ രക്ഷപ്പെടുത്തിയ ദൈവം അവരെയും കണ്ടിട്ടുണ്ട്. സ്തോത്രം. അവരെ കൈവിടാതെ അവരുടെ പിൻപിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിനെ ശാസിക്കണം. പക്ഷേ ഈ വ്യക്തികളോട് സ്നേഹം കാണിക്കണം. യേശുവിനെ നോക്കിക്കേ, യേശു എത്ര ഭൂതം പിടിച്ചവരെ വന്നിട്ടും അവരെ ശാസിച്ചില്ല, അവരെ ദേഷ്യപ്പെട്ടില്ല. അവരുടെ പിൻപിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിനെയാ യേശു ശാസിച്ചത്. ഹല്ലേലൂയ. കർത്താവ് ഓരോരുത്തരെയും ഇന്ന് ഈ വചനത്താൽ സഹായിക്കട്ടെ, ബലപ്പെടുത്തിട്ട് ഇരുന്ന് ധ്യാനിക്കണം. എഫെസ്യരുടെ ലേഖനം 2:1-7 വരെയുള്ള വാക്യങ്ങൾ. ഈ വചനം ഹൃദയത്തിനകത്തുനിന്ന് മാറിപ്പോകല്ല്. ഈ വചനം വലിയതായി ബലപ്പെടുത്തണം. ഇന്ന് വിളിച്ചു പറയണം, എന്നെ സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുക. ഹല്ലേലൂയ. അവിടുന്ന് ഒന്നും ഞാൻ ഇറങ്ങിപ്പോകത്തില്ല. ഞാൻ സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരിക്കുന്ന വ്യക്തിയുടെ സ്വഭാവം ഞാൻ കാഴ്ചവെക്കും. കർത്താവ് ഓരോരുത്തരെയും ഒരു ഉയർന്ന നിലവാരത്തിലുള്ള ക്രിസ്തീയ ജീവിതം കാഴ്ചവെക്കാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ. ബലപ്പെടുത്തട്ടെ, ശക്തിയിൽ വഴി നടത്തട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. സ്തോത്രം.